ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട്. കാരണം അയാൾ വണ്ടി പോലും നിർത്താണ്ട് പെട്ടെന്ന് ഇവളെങ്ങനെ ഇടിച്ചിട്ട് ഇവളെ ദേഹത്ത് കറക്റ്റ് ഇങ്ങനെ ചെസ്റ്റിലെ ലെവലാണ് ബസ് നിന്നത്. ഹലോ, ഞങ്ങളിപ്പോ അങ്കമാലി KSRTC സ്റ്റാൻഡിലുള്ളത്. വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് ഇന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഞങ്ങള് കാറിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങള് റൈറ്റ് സൈഡ് ചേർന്നാണ് പൊക്കോണ്ടിരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട KSRTC, അതും ബസ് നമ്പർ ഇപ്പൊ പറയാം. ആ ബസ് നമ്മൾ ഒരു സിഗ്നൽ പോലും തരാതെയാണ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തത്. ബസ് നമ്പർ KL15A2308 എന്ന് പറയുന്ന ബസ്സാണത്. ആ ബസ് ഞങ്ങള് ആക്സിഡന്റ് ആവേണ്ടതായിരുന്നു. ഞങ്ങൾ ബ്രേക്ക് പിടിച്ചതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾക്ക് ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് സഡനായിട്ട് ബ്രേക്ക് പിടിച്ചപ്പോ ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ തലയൊക്കെ ഇടിച്ചിട്ട് വയ്യാണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വീണ്ടും കാർ എടുത്തിട്ട് അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ട് ബസ്സിന്റെ ഫ്രണ്ടിൽ നിർത്തി. വണ്ടി ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി ആ ഡ്രൈവറിന്റെ അടുത്ത് സൈഡിൽ പോയി നിന്നിട്ട് മാന്യമായിട്ട് ചേട്ടാ എന്താ ഉദ്ദേശിച്ചത്, എന്താ കാണിച്ചതെന്ന് ചോദിക്കാൻ ചെന്നപ്പോ അയാള് വെറുതെ എന്റെ മുഖത്ത് നോക്കി ഒരക്ഷരവും മിണ്ടാതെ ഞാൻ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്റെ സൈഡ് ചേർത്ത് തന്നെയാണ് അയാള് വണ്ടി എടുത്തിട്ട് പോയത്. എന്റെ കാലും ടയറും ജസ്റ്റിനാണ് നിന്നത്. അല്ലെങ്കിൽ എന്റെ കാലിൽ ടയർ കയറ്റിട്ട് അയാള് പോയത്. അതിനുശേഷം ഞങ്ങള് അങ്കമാലി സ്റ്റേഷനില് KSRTC സ്റ്റേഷനില് കംപ്ലൈന്റ് കൊടുത്തു. ബസ് തിരിച്ചിറങ്ങി വരുന്ന സമയമായിരുന്നു. അപ്പൊ വീണ്ടും ഞങ്ങള് ബസ്സിന്റെ കൈ കാണിച്ച് ഫ്രണ്ടിൽ പോയി നിന്നു. ചേട്ടൻ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാൻ വേണ്ടിട്ട് തന്നെയാണ് നിന്നത്. ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അയാള് മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും വണ്ടി എന്റെ നേർക്ക് നേരെ എന്നെ ഇടിച്ചിടിച്ചാ വന്നത്. ബാക്കിലിപ്പോ ഞങ്ങള് സൈഡ് നിൽക്കുക. അപ്പൊ ഞങ്ങൾ ഇവരോട് ചോദിക്കുമ്പോൾ ഇയാൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇയാൾ എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിച്ചിട്ട് ഞാൻ ഇവിടെ ഇടിച്ചിടിച്ച് ഇങ്ങനെ പോവാ. അപ്പൊ അവിടെ കണ്ടുകൊണ്ടുള്ള കുറെ ചേട്ടന്മാരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നു. എന്നിട്ട് അയാൾ വണ്ടി പോലും നിർത്താണ്ട് പെട്ടെന്ന് ഇവളെങ്ങനെ ഇടിച്ചിട്ട് ഇവളെ ദേഹത്ത് കറക്റ്റ് ഇങ്ങനെ ചെസ്റ്റിലെ ലെവലാണ് ബസ് നിന്നേക്കുന്നത്. ഇവള് പെട്ടെന്ന് ഇങ്ങനെ ബാക്കിലേക്ക് മാറി. ഇവളും ബാക്കിലേക്ക് സൈഡിലേക്ക് മാറിയപ്പോഴത്തേക്കും ഇയാൾ ഒന്നും മിണ്ടാണ്ട് പെട്ടെന്ന് വണ്ടി എടുത്ത് ഫാസ്റ്റിൽ അങ്ങ് ഇടിച്ചിട്ട് അങ്ങ് വണ്ടി എടുത്ത് പോവാ. അപ്പൊ ഞങ്ങളിപ്പോ KSRTC സ്റ്റാൻഡിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ആ കംപ്ലൈന്റ് എത്രമാത്രം പോകുന്നൊന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ഓൾറെഡി ആ ബസ്സിൽ കുറെ ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആള് ഒരാള് ഫ്രണ്ട് നിൽക്കുമ്പോഴത്തേക്ക് 2 പ്രാവശ്യമാണ് ഇവിടെ വണ്ടി ഇടിച്ചിടാൻ വേണ്ടി ഒട്ടും നമുക്ക് ഒരു മനുഷ്യനാന്നുള്ള ഒരു പരിഗണന പോലും തരാനാണ്. ആ സമയത്ത് ഈ ഇൻസിഡന്റ് ഉണ്ടായപ്പോ കണ്ടിരുന്ന എല്ലാ ആൾക്കാരും അവിടെ വന്നിട്ട് സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്ത് വന്നിട്ട് പറയുകയും ഞങ്ങളുടെ ഒപ്പം അവരും പറഞ്ഞു, ഇവിടെ കൂടി നിന്ന നാട്ടുകാരും പറഞ്ഞു വണ്ടി നിർത്താം. പക്ഷെ അയാള് വണ്ടി നിർത്താതെയാണ് പോയത്. ഇടിച്ചിട്ടാ പോയത്. അയാളെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ